നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് കട പൂട്ടിയപ്പോൾ കടയിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചിരുന്നതിന് ശേഷം ശക്തിയണ്ണൻ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് പോയി. കുക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ശക്തിയണ്ണൻ അങ്ങനെ ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ശക്തിയണ്ണൻ 5-6 കൊല്ലം മുന്നേ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വന്നത് തന്നെ ഹോട്ടൽ ജോലിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെന്തോ അവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ജോലിയിലേക്ക് കയറുന്നത്. ഹോട്ടൽ പണിയും കാറിന്റെ വർക്ക്ഷോപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത അന്തരീക്ഷത്തിൽ ഏത് പണിയെടുക്കാനുള്ള മനസ്സുള്ളതുകൊണ്ടാവാം ഇന്ന് മൂപ്പർ അത്യാവശ്യം നല്ല കാർ പണിക്കാരനാണ്. പുറത്ത് മാസത്തിൽ ഒരു 300 ദിറംസ് 400 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ 3 നേരം ഫുഡ് റൂമിൽ എത്തിച്ചേരുന്ന ഹോട്ടലുകാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ സ്വന്തം കൈകൊണ്ട് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി 3 നേരം കഴിക്കാനാണ് മൂപ്പർക്ക് താല്പര്യം. ഏതായാലും ആ താല്പര്യം നല്ല തന്നെ. കാരണം കൂടെ നിൽക്കുന്നവർക്കും ഷെയർ കൂടി കഴിഞ്ഞാൽ 3 നേരം നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഇപ്പൊ മൂപ്പര് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഈ കോഴിക്കറി മൂപ്പർക്ക് തിന്നാൻ വേണ്ടി മാത്രമല്ല, നോമ്പ് തുറന്നിട്ട് തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഒറ്റക്കായിരുന്ന കാലത്ത് ഞാനും കുറച്ച് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിനി. ഡെയിലി ഒന്നെങ്കിൽ നല്ല അറബിക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡെയിലി നല്ല നല്ല ഫുഡ് കഴിക്കണം. അത് നമ്മൾ സാലറി കൊണ്ട് തികയൂല. അല്ലെങ്കിൽ പിന്നെ നോർമൽ ഫുഡുകൾ കഴിക്കാം. പിന്നെ എന്തൊക്കെ ആയാലും ഹോട്ടൽ ഫുഡല്ലേ, അത് കഴിക്കുമ്പോൾ ഡെയിലി കഴിക്കുമ്പോൾ നമ്മളെ വയറിനും ശരീരത്തിനും നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എനിക്ക് അന്നുണ്ടായ ആ ഫീലിങ്സ് ആട്ടോ ഞാൻ പറഞ്ഞതല്ല. അത് അതുപോലെ മെസ്സിലെ ഫുഡ് കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ ഇവിടെ ഉണ്ട്. ശക്തിയണ്ണൻ ഉള്ളതുകൊണ്ട് മൂപ്പരെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ആ കാര്യത്തിൽ റാഹത്താണ്. ഏതായാലും മൂപ്പരെ കുക്കിംഗ് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നമുക്കിപ്പോൾ ഇത് നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ. നോമ്പായ കാരണം ഈ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പീസെടുത്ത് തിന്നണ പരിപാടി നടക്കൂല. എന്നാ പിന്നെ ഏതായാലും അതിനൊരു സ്വസ്ഥത കൊടുക്കാന്ന് വെച്ചാൽ അതിനെ മെല്ലെ മൂടി. ഏതായാലും അത് തിളച്ച് റെഡി ആവട്ടെ, നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ.